അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഹലോ, ഗുഡ് മോർണിംഗ്. കണ്ടു ഭ്രാന്തനെ പോലെ ഉണ്ട്. രാവിലെ എണീറ്റ പാടാണ്. അപ്പോൾ ഇന്നാണ് എൻ്റെ ഓഫ് ഡേ. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചായക്ക്? അതെ, ആ ചോദ്യം അവൻ വീണ്ടും തളർത്തി. ഇന്ന് എന്ത് കഴിക്കാം? ഇന്നലെ ഉറങ്ങുന്നതിന് മുന്നേയും അവൻ ചിന്തിച്ച ഒരേ ഒരു കാര്യം, ഇന്ന് എന്ത് കഴിക്കാം. ആദ്യം മാവ് വാങ്ങി വരാം. മാവല്ല പൊടി. അപ്പൊ നമ്മൾ എന്നാ ഇന്നുണ്ടാക്കാൻ പോണത് ഗീ വെച്ചിട്ടാ. ഗീ ഉപ്പുമാ സ്പെഷ്യൽ ആരുടെ? അക്കൂടെ നമ്മള് 3 പേരുടെ സ്പെഷ്യൽ. അങ്ങനെയുണ്ട്. കിട്ടോ ഓൾറെഡി. പിന്നെ ബാക്കി അവൻ പറഞ്ഞില്ല കേട്ടോ. ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. എണ്ണ ചൂടായി കടു പൊട്ടിച്ചതിന് ശേഷം ഉള്ളി നമ്മൾ വാറ്റാനായിട്ട് ഇടുക. പെട്ടെന്ന് ഉള്ളി വാടാനുള്ള ടിപ്പ് പറയാം. ഈ ഉപ്പ് നമ്മളിങ്ങനെ ഡ്രിസിൽ ചെയ്തിട്ടാല് വിത്തിൻ സെക്കൻഡ്സ് ഉള്ളി വാടും. അതെ അതെ. പിന്നെ ബാക്കിയുള്ള വെജീസൊക്കെ ഇട്ട് ഇതേപോലെ വയറ്റിക്കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമുക്ക് മിച്ചറും പഴം കൂട്ടി ഉപ്മാവ് കഴിക്കണം എന്ന് തോന്നിയത്. പിന്നെ ഒന്നും നോക്കില്ല, പുറത്തേക്ക് അങ്കടങ്ങിറങ്ങി. നമ്മൾ വീടിറങ്ങി നോർത്ത് ഫീൽഡ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് വന്നാൽ നമുക്ക് അവിടെ സെയിൻസ്ബറീസ് ഉണ്ട്, ഇവിടെ ഒരു ഓഫീസസ് ഉണ്ട്, JVS. സെയിൻസ്ബറീസിൽ മിച്ചറില്ല, അതുകൊണ്ട് നമ്മൾ JVSലേക്ക് പോകണം. JVS അവിടെ ഉണ്ടാവും. പോകുന്ന വഴിക്കുള്ള ഇറ്റാലിയൻ പിസ്സ ഷോപ്പും ആ ടോയ് ഷോപ്പൊക്കെ 1 2 3 തവണ ചുറ്റി കറങ്ങിയിട്ടാ പോയത്. ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി സെലക്ട് ചെയ്യാൻ പറയുന്നു. പെട്ടെന്ന് ഒരെണ്ണം ഒരു വേണ്ടേ? അതെന്താ ഇത് വേണ്ട? വേറെ വണ്ടിയൊന്നും ഇല്ലേ? ഇത് പഴയ വണ്ടി മതി കേട്ടോ. അതായത് കണ്ട പുറത്തിറങ്ങിയ സമയം പോകുന്ന അറിയില്ല. ഉപ്മാവൊക്കെ ആയി മതി ഇങ്ങ് പോരേന്ന് പറഞ്ഞാൽ അക്കൂടെ വിളി വന്നു. മിക്സറാപ്പി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആ സ്വപ്നം ഉപേക്ഷിച്ചു. നല്ല കളർഫുൾ ഉപ്മാവായിരുന്നു. മുട്ടയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ പഴമുണ്ട്, പിന്നെ പ്രിങ്കിൾസ് ഉണ്ട്, പിന്നെ വാക്കേഴ്സ് ഉണ്ട്. നമ്മൾ സാധനം വാങ്ങി വരുമ്പോഴേക്കും അക്കു ഉപ്മാവൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അടയാർ ആനന്ദഭവൻ റെസിപ്പി അത്രേ. നല്ല പാലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയത്. അതിൻ്റെ ടേസ്റ്റ് കിട്ടാനുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു സിനിമയൊക്കെ കണ്ട് ഇന്നലത്തെ ചോറും കറി ഉണ്ടായിരുന്നു, അതും കഴിച്ച് നല്ലൊരു ഉച്ചയുറക്കം കുറച്ച് കോളുകളും കഴിഞ്ഞപ്പോൾ രാത്രി അയക്കണം. റിക്കു പണിയും കഴിഞ്ഞ് വരുന്ന സമയം കേട്ടോ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി നോർത്ത് ഫീൽഡ്സ് തെരുവിലൂടെ മന്ദം ഋഷിയുടെ വീട്ടിലേക്ക് നടന്നു. നിങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത്? നമ്മൾ സത്യത്തിൽ ബൗളിങ്ങിന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. എല്ലാ ദിവസവും 3 മണി വരെ ബൗളിംഗ് ഉണ്ടെന്ന് കരുതിയാൽ നമുക്ക് തെറ്റി. ഗൈസ്, വീക്കെൻഡിൽ മാത്രമേ ഇതുള്ളൂ. അങ്ങനെ പ്ലാന് നമ്മൾ മൊത്തത്തിൽ ഡ്രോപ്പ് ചെയ്യാതെ നേരെ സെൻട്രൽ ലണ്ടനിലേക്ക് വിട്ടു. കണ്ടാൽ രണ്ടുപേരും ലോക കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നല്ലേ. എസ്കലേറ്ററിന്റെ സ്റ്റെപ്പിന്റെ എണ്ണത്തിലുള്ള തർക്കമാണ് കാണുന്നത്. അങ്ങനെ അവർക്ക് തുല്യം അവർ മാത്രമെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് അക്കുവിന്റെയും ഗൗതമിന്റെയും കൊച്ചു കുട്ടിത്തരങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു.
ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയാണെങ്കിലും എനിക്കൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം രാത്രി ഒരു 1 മണി ആയിക്കണം. ലണ്ടൻ ഇപ്പോഴും ഓണാണ് കേട്ടോ. പകലൊന്നും കാണാനിടയില്ലാത്ത പല രീതിക്കുള്ള ആൾക്കാരെയും നമുക്ക് ഈ രാത്രി സമയങ്ങളിൽ കാണാൻ പറ്റും. തെറ്റിദ്ധരിക്കല്ലേ, വൈബ് എടുക്കാൻ വന്ന ആൾക്കാരും, പണി കഴിഞ്ഞ് രാത്രി വീട്ടിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാരും, കുടിച്ച് കോണ്ടിട്ട് നടക്കുന്ന ആൾക്കാരും, പിന്നെ നമ്മളെപ്പോലുള്ള കുറേ അപ്പാവികളും. ഞാൻ പറഞ്ഞില്ല ഇതൊരു കൊച്ചു വീഡിയോ ആണെന്ന്. വലിയ വലിയ വീഡിയോകൾ എടുക്കാനുള്ള പ്രചോദനം നിങ്ങൾ മാത്രമാണെന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.